ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ റൊമേനിയയിലെ ഏറ്റവും പഴയൊരു ട്രെയിൻ ആണോ റെയിൽവേ സ്റ്റേഷൻ ആണോ അങ്ങനെ എനിക്കറിയത്തില്ല, അത് കാണാനാണ് ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം അത് പഴയൊരു മൗണ്ടൻ ട്രെയിൻ ആണ്. ആൻഡ് അതിൻ്റെ സ്പെഷ്യാലിറ്റി കൊണ്ടുണ്ട്, രാത്രി അതിനെ ഗോസ്റ്റ് ട്രെയിൻ എന്നാണ് വിളിക്കുന്നത്. കാരണം അവിടെ നിന്ന് ഏതൊക്കെയോ കോ പൈലറ്റ്സ് അവർ രാത്രി പ്രേതത്തെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനത്തെ ഒരു അടിപൊളി ഒരു ട്രെയിൻ കാണാനാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഇപ്പം ഞാൻ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ്, കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് കരോക്കെ കഴിഞ്ഞ് വന്നത്. അങ്ങനെ ഞാനിപ്പോൾ ബസ്സിലാണ്. ഞാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ നിന്നാണ് ട്രെയിൻ. കണ്ടില്ല, എല്ലാവരും ഉണ്ട് ബസ്സിൽ. ഞാൻ ഒരുത്തനോട് പറയാനേ, ഈ സൈഡ് കണ്ടിട്ട് ശരിക്കും ഇന്ത്യ പോലെ ഉണ്ടെന്ന്. നമ്മൾ ഈ ബസ്സിൽ ഇപ്പൊ ഒരു കാട് കയറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അടിപൊളി ഒരു സ്ഥലം ഞാനിപ്പോ കണ്ടു. ഇപ്പൊ അത് കാണുന്നില്ലല്ലോ, ഞാൻ കാണിക്കാവേ. മേളിന്ന് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു ഇത് കാണാൻ, ഈ വില്ലേജ്. പക്ഷെ ഇപ്പൊ താഴെ എത്തിയപ്പോ അത്ര ഭംഗിയില്ല, പക്ഷെ കുഴപ്പമില്ല. കണ്ടില്ലേ, സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയെന്നാണ് അയാൾ പറയുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി. എന്തൊരു അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫുഡ് കിട്ടി അവസാനം. ഞാൻ ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ ട്രെയിൻ ഇവിടുന്ന് 11 എടുക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് ഒറാവിത്ത എന്നാണ് സ്ഥലം. നമ്മൾ ഇവിടുന്ന് ആനീന എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതാണ് ഒറാവിത്ത റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ കോഫി കട തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ ഒരു കോഫി ഷോപ്പ് കണ്ടുപിടിച്ച് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു കോഫി കുടിക്കുകയാണ് ഇവിടെ നിന്ന്. ഞാനിപ്പോ ട്രെയിൻ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോവാണ്. റെയിൽവേ സ്റ്റേഷന്റെ ആൾക്കാരെ ഒന്നും കാണുന്നില്ല. ഞാൻ വേറൊരുത്തനെ മാത്രമേ ഉള്ളൂ ഇപ്പൊ. എനിക്ക് തോന്നുന്നു അവരെ ഉള്ളിലായിരിക്കും, ഔട്ട്സൈഡ്. ഓക്കെ ഓക്കെ ഇങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. ഞാൻ നേരത്തെ വിചാരിച്ചു അവിടെ ഒരു ഡോർ ഉണ്ട്, അതുവഴി തുറന്നായിരിക്കും കയറുന്നത്, പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ കണ്ടോ, ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ആ ട്രെയിനിലാന്ന് തോന്നുന്നു പോകുന്നത്. ഇത് മൗണ്ടൈനിലൂടെ പോകുന്ന ഒരു ട്രിപ്പാണ്. ആൻഡ് ഇവിടെ നന്നായി മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പും ഉണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് നടന്നുകൊണ്ടുണ്ട്. നേരത്തെ പോട്ടെ കേട്ടോ, എനിക്ക് സൈഡ് സീറ്റ് കിട്ടണമെന്നുണ്ട്, വിൻഡോ, എന്നാലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് സ്ഥലവും കാണണം. ഞാനിപ്പോ ട്രെയിനിന്റെ ഉള്ളിലാണ്. ആ വഴി കയറി ഞാനിവിടെ ഇരിപ്പുണ്ട്. ഞാനിപ്പോ ട്രെയിനിൽ കയറിയിരുന്നു, പക്ഷെ ഇവിടെ നല്ല തണുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോ ട്രെയിനിന്റെ ഉള്ളിലാണ്. കണ്ടില്ലേ, വെയിറ്റ് ചെയ്യാണ് ട്രെയിൻ എടുക്കാൻ വേണ്ടി. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്. കണ്ടില്ലേ, നേരത്തെ അപ്പുറയായിരുന്നു വരുന്നത്, പക്ഷെ ഇവിടെ വന്നിരിക്കേണ്ടി വന്നു ഇപ്പം. കാരണം അവിടെ നമ്മുടെ സീറ്റ് അല്ല. അവിടെ കണ്ടോ, ഒരു കോളിടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഈ ട്രെയിനിന് വേണ്ടി, അല്ലെങ്കിൽ എന്തോ ഹീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ട്രെയിൻ തുടങ്ങി പോവാൻ, പക്ഷേ മഴ ചതിച്ചു ഗൈസ്. കണ്ടോ, ക്ലിയർ ഇല്ല കാണുന്ന പുറത്തേക്ക്. ആൻഡ് ഇവിടെ മൊത്തം ആൾക്കാരാണ്, കണ്ടോ, നിറഞ്ഞ്. കഷ്ടപ്പെട്ട് എല്ലാരും ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്, കണ്ടോ. കാരണം ഇപ്പൊ മര്യാദയ്ക്ക് ഒന്നും കാണുന്നില്ല. അവിടെ അടിപൊളി ഒരു ഗ്രാമമുണ്ട്. നമ്മളിപ്പോ കുന്നിന്റെ മേളിൽ കൂടെ, മലേന്റെ മേളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. എന്റെ സൈഡിൽ ഒന്നുമില്ല, കണ്ടില്ല. ഈ സൈഡിൽ ഇപ്പൊ കുറെ കുന്നും മലയൊക്കെ കാണുന്നുണ്ട്, ചെറിയ ഒന്നുമില്ലാത്ത, മരങ്ങളില്ലാത്ത. ആ സൈഡിൽ അതെ, കണ്ടോ. ഞാനില്ലേ അപ്പൊ ജസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി പുറത്തേക്ക് വന്ന്. ഇവിടെ വാതിൽ ഓപ്പൺ ആണ്, ഇതിലൂടെ കുറച്ച് ക്ലിയർ ഉണ്ട്. തീ കത്തിക്കാൻ വേണ്ടിയാണ് അവർ ഇത് വെച്ചിരിക്കുന്നത്. ട്രെയിനിന്റെ ഇവിടെ കണ്ടില്ലേ. എനിക്കൊന്ന് അവരവിടെ എന്തോ കത്തിക്കുന്നുണ്ട്. കോള് കത്തിച്ചാണോ ഡീസലാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് അത്യാവശ്യം കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ ശ്രമിച്ചോണ്ടുണ്ട് ഇപ്പൊ.
എന്റെ പൊന്നോ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. Yes, yes, yes. It's so nice. ഇപ്പൊ കണ്ടോ ഈ വിൻഡോ ഓപ്പൺ ആക്കി. ഇവിടെ ടണലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളവരെല്ലാം. ആൻഡ് അവിടെ ഒരു റോഡുണ്ട്, പിന്നെ ചെറിയൊരു തോടുണ്ട് കുഞ്ഞ്. ഫ്ലാഗ് ഈസ് മിസ്സിംഗ്. അവിടെ എന്തൊരു സാധനം കാണുന്നുണ്ടല്ലോ മേളില്, എനിക്ക് എന്താന്ന് അറിയത്തില്ല. കണ്ടോ അടിപൊളി ഒരു പാത. ഇപ്പൊ അതിലെ കൂടെയാണ് പോകുന്ന ട്രെയിൻ, കണ്ടില്ലേ? ഇപ്പൊ ഒരു ടണലിലേക്ക് കയറുവാണ് ട്രെയിൻ. തിരിച്ചിറങ്ങി, കണ്ടില്ലേ? നൈസ്. അടിപൊളി സ്ഥലം, കണ്ടില്ലേ? വാവ് വാവ്, കണ്ടില്ലേ? കൊള്ളാം. ഗൈസ്, ഹായ്. ഓക്കേ, താങ്ക് യു, ഐ ആം കമ്മിങ്. No, it's like too dark here. I don't know. This is video. നമ്മള് ഏതോ ആൽപ്സ് മൗണ്ടൈനിലാന്ന് തോന്നുന്നു. കണ്ടില്ലേ കോടമഞ്ഞൊക്കെ ആയിട്ട്. ഒരു സൈഡ് അങ്ങനെ, വേറൊരു വശം താഴ്വാരമാണ്. അടിപൊളി. വാവ്, ട്രീസ് കണ്ടോ? ട്രീസ് നല്ല ഭംഗിയുണ്ട്. എന്ത് മരമാണെന്ന് എനിക്കറിയത്തില്ല. കൊള്ളാം. ഇവിടെ കിഡ്സിന്റെ വീക്കാണ്. അപ്പം അവർക്ക് ഇങ്ങനെ ട്രിപ്പും പിന്നെ അവർ ഹൈക്കിങ്ങിന് പോകുന്ന ഒരു സമയമാണ്. അങ്ങനെ തന്നെ അവർ ഈ ട്രെയിനിലുണ്ടായിരുന്ന കിഡ്സ് ഒക്കെ പോവാണ്. ഇപ്പം അവരുടെ ഒരു ടണലുണ്ട്. ഇതെന്താണ് എനിക്കറിയത്തില്ല. പഴയ ഒരു കെട്ടിടം പോലെ തോന്നുന്നുണ്ട്. കണ്ടോ, വേറൊരു അടിപൊളി ഒരു വഴി കൂടെയാണ് ഇപ്പൊ പോകുന്നത് ട്രെയിൻ. എനിക്ക് തോന്നുന്നു ഇത് എത്ര കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ അത് ഞാൻ ഒന്ന് നോക്കിട്ട് പറയാവേ. എന്താ അടിപൊളിയാ നോക്കി ഇവിടെ. വാവ്, നൈസ്. ഞാനിപ്പോ ഈ ട്രെയിൻ യാത്രയിൽ എൻജോയ് ചെയ്തോണ്ടിരിക്കുവാണ്. ഞങ്ങളിപ്പോ പറയുന്നത് നാളെ നമുക്ക് എല്ലാവർക്കും പനി വരുമെന്ന്. കാരണം ഞങ്ങള് നന്നായിട്ട് നനഞ്ഞു. അതിനുശേഷം ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോഴാണ് ഈ വാതിലൊക്കെ തുറന്ന് ഇങ്ങനെ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാരും. താഴേക്ക് ഒരു കൊക്ക പോലെ ഉണ്ട്, പക്ഷെ ഈ ട്രീസ് കാണുന്നില്ല. ഒരു അടിപൊളി വ്യൂ ആണ്. ഈ വഴി കണ്ടോ? നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷൻ എത്താറായി. അപ്പൊ ഇത് തുടങ്ങിയത് ഒരവീത്താന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് നമ്മളിപ്പം ആനീന എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. ആൻഡ് ഇത് 32 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 33 കിലോമീറ്റേഴ്സിന്റെ റൈഡാണ് ഇത് മൊത്തം. വെറും 2 മണിക്കൂർ കൊണ്ടാണ്. 2 മണിക്കൂറല്ല ശരിക്കും. ഈ ട്രെയിൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഈ ട്രെയിൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയ ഒരു ട്രെയിൻ റൂട്ടാണ് ഇവിടുത്തെ. ബിക്കോസ് ഇത് ഭയങ്കര ഓൾഡസ്റ്റ് ആയ ഒരു റെയിൽവേ സിസ്റ്റമാണ് യൂറോപ്പിലെ. കാരണം 1869 കണ്ട് സ്ഥാപിച്ച ഒരു ഇതാണ് ട്രെയിനിന്റെ ഒരു പാളമാണിത്. പിന്നെ പിന്നെന്താ ഞാൻ പറയുന്നത്? ഓക്കെ, 14 ടണലുണ്ട് ഈ ട്രെയിൻ പോകുന്ന വഴി. ഞങ്ങളിവിടെ എത്തുവാണേ, ആനിന. അങ്ങനെ ഞങ്ങളിവിടെ എത്തി, റെയിൽവേ സ്റ്റേഷൻ ആനീന. ആൻഡ് ഞാനിപ്പോ ഇറങ്ങുവാണേ ട്രെയിനിൽ നിന്ന്. Yo guys, yo, we reached. We are leaving the train and we reached Anina. Nanina nahi, Anina. നമ്മള് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങണം. ഇവിടെ പിടിച്ച് താഴേക്ക് ചാടി
കം ജം. ഇതാണ് ആനിന റെയിൽവേ സ്റ്റേഷൻ. കണ്ടില്ലേ സ്ഥലം എന്തൊരു ഭംഗിയാ നോക്കിയേ. ഇതിലേ കൂടെയാണ് നമ്മളിപ്പോ വന്നത്. ആൻഡ് ഇതാണ് ചെറിയൊരു കുന്നൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അവിടെ താണ്ട് ഒരുത്ത നിപ്പുണ്ട്. നല്ല ഭംഗിയുള്ള വഴി കൂടെ എനിക്കൊന്ന് ട്രെയിനിൽ കണ്ടതിന് നന്നായിട്ട് ഇപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റി വരുന്നോണ്ട്. ബിക്കോസ് മഴ പെയ്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ട്രെയിനില്. പക്ഷെ ഇവിടെ അടിപൊളിയാണ്. ഇപ്പൊ ഈ അടിപൊളി ഈ സുന്ദരമായ സ്ഥലത്തൂടെയാണ് നമ്മളിപ്പം തിരിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ കോടമഞ്ഞുള്ള ഒരു വഴിയില്ല, കണ്ടില്ല ആ മല, അതിലെ കൂടെ ട്രെയിനിൽ വന്നേന്ന്. അങ്ങനെ നമ്മള് ഇവിടെ എത്തി ഇറങ്ങുവാണ്. ഈ ദിവസം മൊത്തം ഈ ബസ്സിലായിരുന്നു. ഇപ്പൊ നാണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ക്യാൻറ്റീനിലേക്ക് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വ്ലോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.